കൊടും വനത്തിലൂടെ നിരായുധനായി അദ്ദേഹം നടന്നു, തൻ്റെ അനുയായിയെ അന്വേഷിച്ചുകൊണ്ട്. ഈ നടപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 4-5 മണിക്കൂറുകളായി കാണണം. അവർ ഈ വനത്തിൽ അകപ്പെട്ടിട്ട് ഏകദേശം 2 ദിവസവും. താൻ വനത്തിലേക്ക് കൊണ്ടുവന്ന ആഹാര സാധനങ്ങളും കുടിവെള്ളവും എല്ലാം തീർന്നു പോയി കഴിഞ്ഞിരുന്നു. തൻ്റെ കൂടെ വന്ന അനുയായിയെ കാണുവാനുമില്ല. അദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു തൻ്റെ റൈഫിലും. അതെല്ലാം തേടിയാണ് ആ കൊടും വനത്തിലൂടെ അദ്ദേഹം നടക്കുന്നത്. ഇപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. രാത്രി തൻ്റെ കറുത്ത കമ്പിളി കൊണ്ട് ആ കാടിനെ പുതപ്പിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ യാത്ര വന്ന് അവസാനിച്ചത് ഇല്ലിക്കാടുകൾ വളർന്നു നിൽക്കുന്ന ഭാഗത്തും. അദ്ദേഹം അവിടെ കുറച്ചു നേരം ഇരുന്നു. ഇല്ലിക്കാടുകൾക്ക് പിന്നിൽ എന്തോ അനങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി. എന്താണ് എന്നറിയുവാൻ വേണ്ടി അയാൾ അവിടേക്ക് ചെന്നു. ഇല്ലിക്കാടിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുവാൻ. താൻ അവിടേക്ക് നടന്നു ചെന്നപ്പോൾ തന്നെ ഇല്ലിക്കാടിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന കറുത്ത നിറത്തോടുകൂടിയ ആ ഭീകരജീവി മുന്നിലേക്ക് വന്നു. അതൊരു പിടിയാനയായിരുന്നു. ആ പിടിയാനെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടി. കഴിഞ്ഞ ദിവസം തന്റെ സിംഗിൾ ബാരൽ റൈഫിളിൽ നിന്ന് മസ്തകം തകർത്ത് താൻ കൊന്ന പിടിയാന തന്നെയാണ് ഇവനെന്ന് അദ്ദേഹം ആ ഒറ്റ കാഴ്ചയിൽ തന്നെ ഉറപ്പിച്ചു. അദ്ദേഹത്തെ കണ്ടയുടനെ തന്നെ ആ പിടിയാന അയാളെ കൊല്ലുവാൻ വേണ്ടി കൊലവിളി നടത്തിക്കൊണ്ട് മുന്നിലേക്ക് ആഞ്ഞു നടന്നു. തന്റെ തുമ്പിക്കൈ കൊണ്ട് അവനെ ചുരുട്ടിയെടുത്തു. നിലത്തേക്ക് ആഞ്ഞടിച്ചു. പെട്ടെന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. കട്ടിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. ആകെ ഞാൻ വിയർത്തിരുന്നു. എൻ്റെ തൊണ്ട വറ്റി വരണ്ടു. കുടിവെള്ളത്തിനായി ഞാൻ എങ്ങും പരതി. നാളത്തെ യാത്രയെപ്പറ്റി ഞാൻ ആകുലനുമായി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പുതിയൊരു വേട്ടക്കാരൻ്റെ പുതിയൊരു കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഇപ്രാവശ്യം എൻ്റെ യാത്ര ഒറ്റയ്ക്കാണ്. കൂടെ ഞാൻ സഹായത്തിന് ആരെയും കൂട്ടിയിട്ടില്ല. ബീരൂരിലെ ദരിദ്ര ഗ്രാമത്തിലേക്കാണ് എൻ്റെ യാത്ര. ഗ്രാമത്തിനരികിലായി സ്ഥിതി ചെയ്യുന്ന വനത്തിലേക്ക് സാഹസികമായ ഒരു യാത്ര ചെയ്യുവാനാണ് ഞാൻ അവിടേക്ക് യാത്ര തിരിച്ചത്. എനിക്ക് ഇങ്ങനെയുള്ള യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാറുമുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് പോലെ ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും ബീരൂരിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് റാവുത്തർ എന്നൊരാളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ അന്ന് തന്നെ കാടും കയറി. ഞാൻ പലപ്പോഴും ഈ ഗ്രാമത്തിൽ എത്താറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് തുണയായി എൻ്റെ കൂടെ വനത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് റാവുത്തർ. അയാൾ ജനിച്ചത് ഈ ഗ്രാമത്തിലായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് ഏകദേശം 12 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത് തൻ്റെ മാതാപിതാക്കളോടൊപ്പം. അന്നു തൊട്ട് ഇന്ന് വരെ അദ്ദേഹം ഈ ഗ്രാമത്തിലാണ് തൻ്റെ ജീവിതം ചെലവഴിച്ചത്. ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വിവാഹവും കഴിച്ചത്. അതുമാത്രമല്ല, അവരുടെ ഗ്രാമത്തിനും ചുറ്റും അതിർത്തി തീർത്തു നിൽക്കുന്ന ബിരൂർ വനത്തെപ്പറ്റി നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് റാവുത്തർ. പല അവസരങ്ങളിലും ചെറിയ ചെറിയ വേട്ടയ്ക്കായി അദ്ദേഹം വനവും കയറാറുമുണ്ട്. ഞാൻ ഈ ഗ്രാമത്തിലെത്തുമ്പോൾ എന്നെ എല്ലാത്തിനും സഹായിക്കുന്നതും അയാൾ തന്നെയാണ്. എൻ്റെ താമസം മുതൽ ആഹാരം വരെ. ഞാൻ ഇവിടേക്ക് വരുന്ന വിവരം നേരത്തെ തന്നെ അദ്ദേഹത്തെ കമ്പി അയച്ച് അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിരുന്നു. ഒട്ടും സമയം കളയാതെ തന്നെ ഞങ്ങൾ വനം കയറി. എൻ്റെ പിതാവിനൊപ്പമാണ് ഞാൻ ആദ്യമായി ഇവിടേക്ക് എത്തുന്നത്. എൻ്റെ പിതാവ് ഇവിടുത്തെ റേഞ്ചിലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ആദ്യമായി ഞാൻ ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഈ കാട് എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ ഈ വനത്തിലേക്ക് വരുന്നതും. അന്ന് ഞാൻ കണ്ട ആ വിസ്മയം ഇന്നും എൻ്റെ കണ്ണിൽ മായാതെ കിടക്കുകയാണ്. കടുവകൾ, ആനകൾ, മാനുകൾ, പന്നികൾ, അങ്ങനെ അനേകം ജീവികളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഇവിടം. കാടുകളിൽ ജീവിക്കുന്ന ജീവികൾ എല്ലാവരും എപ്പോഴും ഒരേ സ്വഭാവക്കാരാകണമെന്നില്ല. അവരും നമ്മളെ പോലെയാണ് വ്യത്യസ്ത സ്വഭാവക്കാർ. ഇതെന്തുകൊണ്ടാണ് കഥ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കഥ മുന്നിലേക്ക് പോകുമ്പോൾ ഇതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ ഇരുവരും വനത്തിലൂടെ കുറേ ദൂരം നടന്നു കാണണം. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നത് കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം കാണാൻ കഴിഞ്ഞു: മുയലുകളുടെ വിസർജ്യം. ഇത് മുയലുകൾ ചെയ്യുന്ന ഒരു വിദ്യയാണ്. മുയലുകൾ മാത്രമല്ല, മാനുകളും ഈ വിദ്യ ചെയ്യാറുണ്ട്. ഈ വിദ്യ മനസ്സിലാക്കിയ വേട്ടക്കാരും അവയെ വേട്ടയാടുന്ന വേട്ടമൃഗങ്ങളും ഇങ്ങനെ അവർ തിരികെ വരാൻ അടയാളം ഇട്ടുപോകുന്ന ഈ അടയാളത്തിന്റെ അരികിലായി ഒളിച്ചിരിക്കുകയും പിന്നീട് അവ ഇതുവഴി തിരിച്ചു പോകുമ്പോൾ അവരുടെ നേരെ ചാടി വീഴുകയുമാണ് ചെയ്യുക. വേട്ടക്കാരാണെങ്കിൽ പാത്തിരുന്ന് വെടിവെക്കുകയും ചെയ്യും. അവ പോകുന്ന വഴി തെറ്റാതെ തിരികെ വരുവാൻ വേണ്ടിയാണ് അവ ഇങ്ങനെ ചെയ്യാറ്.
ഞങ്ങളും ആ വിദ്യ തന്നെ പ്രയോഗിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ഞങ്ങൾ അടയാളം കുത്തിവെച്ചു, തിരികെ വരുമ്പോൾ വഴി തെറ്റാതിരിക്കുവാൻ വേണ്ടി. ഞങ്ങൾ അങ്ങനെ അടയാളം ചെയ്ത സ്ഥലത്ത് നിന്നും വീണ്ടും കുറെ കൂടി മുന്നിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന മരത്തിൽ ഒരു ഏറുമാടം കെട്ടി. അന്നത്തെ രാത്രിയിൽ അതിനു മുകളിൽ കഴിച്ചുകൂട്ടാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. കാരണം രാത്രിയല്ലേ, രാത്രിയിലാണ് കാട് ഉണരുന്നത്. നിരവധി കാട്ടുമൃഗങ്ങൾ വനത്തിൽ നിന്നും ഇറങ്ങുന്ന സമയവും കൂടിയാണ്. കടുവകളും പുലികളും ആനകളും ഇറങ്ങുന്ന സമയം. അവ എവിടെയാണ് പതുങ്ങിയിരിക്കുക എന്ന് പറയുവാൻ കഴിയില്ലല്ലോ. അതുമാത്രമല്ല, ഞങ്ങൾ ഈ കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് കരടിയുടെ കാൽപ്പാടുകൾ കാണുവാനും സാധിച്ചു. ഞങ്ങൾ വനത്തിൽ കടന്നുറങ്ങുന്ന സമയം കരടികൾ വന്നാൽ അവയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതായിരിക്കും, മരത്തിൽ കരടി കയറില്ലേ എന്ന്. വലിയ വണ്ണക്കുറവുള്ള മരത്തിലൊന്നും കരടികൾ കയറാറില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിപ്പമില്ലാത്ത വലിയ വണ്ണം കുറഞ്ഞ 4 മരത്തിലായി ഞങ്ങൾ ഞങ്ങളുടെ ഏറുമാടം കെട്ടിയുണ്ടാക്കിയത്. ഇപ്പോൾ 4 മരങ്ങൾ 4 തൂണുപോലെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ 2-3 മണിക്കൂറത്തെ അധ്വാനമാണ്. ഇരുട്ടുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഏറുമാടം അവിടെ കെട്ടി ഉറപ്പിച്ചു. 2 പേർക്ക് അതിന്മേൽ സുഖമായി ഇരിക്കാം എന്ന് മാത്രം. നീണ്ടു നിവർന്ന് അവിടെ കിടക്കുവാൻ കഴിയില്ല. എങ്കിലും വന്യജീവികളിൽ നിന്നും ഇത് സംരക്ഷണമേകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എന്തായാലും ഞങ്ങൾ ഏറുമാടത്തിൽ കയറിയിരുന്നു. തിരികെ വരുന്ന ആ മുയലിനെ കാത്ത്. എനിക്കതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ റാവുത്തർക്ക് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് മുയലിറച്ചി വലിയ പ്രിയമാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഷോട്ട് ഗൺ അവിടേക്ക് ചൂണ്ടി അദ്ദേഹം കാത്തിരുന്നു. ഞാൻ എൻ്റെ റൈഫിൽ ഏറുമാടത്തിന്റെ ഒരു വശത്തേക്ക് ചാരി ഞാൻ അവിടെ ഇരുന്നു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവിടേക്ക് മുയൽ മടങ്ങിയെത്തി. റാവുത്തർ അവിടേക്ക് ചൂണ്ടി വെച്ചിരുന്ന ഷോട്ട് ഗൺ അതിന് നേരെ വെടിയുതിർത്തു. അതിൽ നിന്ന് പാഞ്ഞു വന്ന തിരകളെ തടുക്കുവാൻ പോന്നത്ര ബലമൊന്നും ആ മുയലുകൾക്കുണ്ടായിരുന്നില്ല. റാവുത്തർ തുടരെ 2 വെടികളാണ് ഉതിർത്തത്. അതും 2 മുയലുകൾക്ക് നേരെ. വെടികൊണ്ട മുയലുകളുടെ തല ചിതറി. ഞങ്ങൾക്ക് മുന്നിലായി അല്പദൂരം അവ ചത്തു വീണു. ഏറുമാടത്തിന് താഴെ 5-6 അടി അകലെ വ്യത്യാസത്തിൽ ഞങ്ങൾ ചുള്ളിക്കമ്പുകൾ ശേഖരിച്ചു വെച്ചിരുന്നു, തീ കായുവാൻ വേണ്ടി. റാവുത്തർ അത് കത്തിച്ചു. അതിനു മുകളിലായി മുയലുകളുടെ തൊലി ഉരിഞ്ഞ് കമ്പിൽ കൂർത്ത് പാകം ചെയ്യാൻ വെച്ചു. അദ്ദേഹം പാകം ചെയ്തുകൊണ്ടിരുന്ന സമയം മുഴുവൻ ഞാൻ ചുറ്റുപാടും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതെങ്കിലും വന്യമൃഗങ്ങൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ടോ എന്നും അദ്ദേഹത്തെ ആക്രമിക്കുന്നുണ്ടോ എന്നും. ഞങ്ങൾ പാചകം ചെയ്ത മുയലിറച്ചി നല്ലപോലെ വെന്ത ശേഷം റാവുത്തർ അതുമായി ഏറുമാടത്തിന്റെ മുകളിലേക്ക് കയറി വന്നു. അപ്പോഴും കത്തിച്ചു വെച്ച വിറക് അണഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പ്രകാശത്തിൽ ചുറ്റുപാടും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിരുന്നു. ഞങ്ങൾ ഏറുമാടത്തിന്റെ മുകളിൽ നിന്ന് ആ മുയലിറച്ചി ആസ്വദിച്ചു കഴിച്ചു. വിശപ്പ് കൊണ്ടായിരിക്കാം ഇന്നത്തെ മുയലിറച്ചിക്ക് നല്ല രുചി തോന്നിച്ചത്. ഞങ്ങൾ ഇരുവരും അത് ആസ്വദിച്ചു തന്നെ ആഹാരമാക്കി. ആഹാരമെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ ഏറുമാടത്തിലേക്ക് ചാരിയിരുന്നു. എന്നാൽ ഉറക്കം ഞങ്ങൾക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇരുവരും പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് അവിടെ അങ്ങനെയിരുന്നു. രാത്രി ഏറെ വൈകി കാണണം. വനത്തിന്റെ ഉള്ളിൽ നിന്നും എവിടെ നിന്നോ ഒരു ചെന്നായയുടെ ഊരിയിടൽ എൻ്റെ ചെവിയിലേക്ക് വന്നു വീണു. ഞങ്ങൾ അവിടേക്ക് ചെവി വട്ടം പിടിച്ച സമയം തന്നെ എവിടെ നിന്നോ ഒരാനയുടെ ഉച്ചത്തിലുള്ള ചിഹ്നം വിളിയും അതിനോടൊപ്പം ഒരു മനുഷ്യന്റെ അലർച്ചയും കേട്ടു. എന്നാൽ ഏത് ഭാഗത്തു നിന്നുമാണ് അത് വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതിലെന്തോ പന്തികേട് അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. ആ വിവരം ഞാൻ റാവുത്തറിനോടും പറഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് തോന്നിയത് ശരിയാണ് എന്ന് എൻ്റെ പിന്നീടുള്ള ദിവസങ്ങൾ അത് തെളിയിച്ചു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഞങ്ങൾ മടങ്ങിപ്പോകുന്ന വഴിയിൽ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. അവർ കാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ ഗ്രാമവാസികളായിരുന്നു. ഞാൻ അവരുടെ അടുക്കിലേക്ക് പോയി എന്താണ് സംഭവം എന്നറിയുവാൻ വേണ്ടി. ഞാൻ അവർ കൂടി നിൽക്കുന്നതിന്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു നടുക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു ഗ്രാമീണന്റെ ശരീരമായിരുന്നു അത്. നെഞ്ചും കൂടി ചവിട്ടി തകർത്ത് കാലുകളും കൈകളും പിഴുതെറിഞ്ഞ രീതിയിലായിരുന്നു ആ ശരീരം അവിടെ കിടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും രക്തം ഊർന്ന് മണ്ണിൽ തളം കെട്ടി പറ്റിയ പാടുകളും കാണുവാൻ സാധിച്ചു. ആ ശവശരീരം കിടന്നിടത്തു നിന്നും ഏതാനും അടി അകലെയുള്ള ഒരു മരം പിഴുതെറിഞ്ഞതായും എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ കാര്യം എന്താണെന്ന് അവിടെ ഉണ്ടായിരുന്ന ഗ്രാമീണരോട് തിരക്കി. അപ്പോഴാണ് അവിടെ നടന്ന കാര്യത്തിന്റെ ഗൗരവം അവർ പറയുന്നത്. കുറേ നാളുകളായി ഇവിടെ കാട്ടാനയുടെ ശല്യം പതിവാണ്. ഇതിനോടകം തന്നെ നിരവധി പേരെയാണ് അവൻ കൊന്നത്. പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്നലെ സന്ധ്യയായതോടെ ഈ ഗ്രാമത്തിലേക്ക് അവൻ എത്തി. അവന്റെ ആക്രമണ പരമ്പരകൾ തുടർന്നു. അവന്റെ ഉച്ചത്തിലുള്ള കൊലവിളിയും കോലാഹലങ്ങളും കണ്ട് ഗ്രാമത്തിലെ ഗ്രാമീണർ അവരുടെ കൂരുകളിൽ തന്നെ ഒതുങ്ങി. എന്നാൽ നിർഭാഗ്യവാനായ ഒരു ഗ്രാമീണൻ ആ സമയം അവിടേക്ക് കടന്നു വന്നു. പട്ടണത്തിൽ കച്ചവടത്തിന് പോയി സന്ധ്യ കഴിഞ്ഞപ്പോൾ അവിടേക്ക് മടങ്ങിയെത്തിയതായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിർഭാഗ്യവശാൽ വന്നു പെട്ടത് ആ കൊലയാനയുടെ മുന്നിലേക്കും.
പിന്നെ എന്താണ് ഉണ്ടായതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കൊലയാനയെ കണ്ട് ഭയന്ന് വിറച്ച ഗ്രാമീണൻ ഓടിയത് വനത്തിലേക്കും അയാളെ വിടാതെ പിന്തുടർന്ന ആന അയാൾക്ക് പിന്നാലെയും. അതെല്ലാം തികഞ്ഞ നിരാശയോടെയും നിസ്സഹായതയോടെയും കണ്ടു നിൽക്കാൻ മാത്രമേ ആ ഗ്രാമത്തിലെ ഗ്രാമീണർക്ക് കഴിയുകയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവർ കേട്ടത് ആ ഗ്രാമീണന്റെ ഉച്ചത്തിലുള്ള നിലവിളിയും ആനയുടെ കൊലവിളിയുമാണ്. നേരം പുലർന്നതോടെയാണ് ആന ഈ ഗ്രാമം വിട്ടു പോയതെന്നും അവർ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ടു തന്നെ ആ ശരീരം കിടന്നിരുന്ന ഭാഗം മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചു. ശരീരം കിടന്നതിന്റെ അരികിലായി ആനയുടെ കാൽപ്പാടുകൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അത് നടന്നകന്നു പോകുന്നത് വനത്തിലേക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ റാവുത്തറിനോട് പറഞ്ഞു, നമുക്ക് ഈ ആനയെ വേട്ടയാടിയാലോ? ഈ ഗ്രാമത്തിന് ഇത്രയും നാശനഷ്ടം വരുത്തിയ ഈ ആനയെ കൊല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ കാട്, ഈ നാട് വിടുവാൻ സാധിക്കുന്നത്? അതിനെ ശരിവെച്ചുകൊണ്ടുള്ള മറുപടിയായിരുന്നു റാവുത്തറും എനിക്ക് നൽകിയത്. ഞങ്ങൾ ഇരുവരും കൂടി അല്പം പ്രായമുള്ള ആ ഗ്രാമത്തിന്റെ ഗ്രാമത്തലവനെ കണ്ടു. കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അദ്ദേഹം ഞങ്ങൾക്ക് താമസിക്കുവാൻ ആ ഗ്രാമത്തിൽ ഒരിടവും തന്നു. ആ ഗ്രാമത്തലവന്റെ സങ്കടം ഞങ്ങളോട് ബോധിപ്പിക്കുകയും ചെയ്തു. ഈ ആനയുടെ ശല്യം തുടങ്ങിയിട്ട് ഏറെ നാളായി. തന്റെ കൃഷിയിടം മുഴുവൻ അവൻ നശിപ്പിച്ചു. ചെഞ്ചുവർഗത്തിൽ പെട്ടവരാണവർ. അവർ കൃഷി ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ്. അവർ കൃഷി ചെയ്യുവാൻ വേണ്ടി വനം വെട്ടി വൃത്തിയാക്കി തീയിട്ട ശേഷമാണ് അവർ കൃഷി ചെയ്യുന്നത്. കൃഷിയിടത്തിൽ തന്നെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആളുകൾ കാവൽ നിൽക്കും. എങ്കിലും വനമിറങ്ങി കൃഷി നശിപ്പിക്കാൻ പല ജന്തുജീവികളും വരും. പന്തം കത്തിച്ചും പാട്ടകൊട്ടിയും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും. എങ്കിലും അതിലൊന്നും ഭയക്കാത്ത ജീവികൾ അവരുടെ കൃഷിയിടം നശിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നീട് അതിൽ നിന്ന് അവശേഷിക്കുന്ന വിളകൾ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ആയിരിക്കാം ഞങ്ങൾ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ കണ്ട കുട്ടികളുടെ കാഴ്ചയും. വയറുന്തി മെലിഞ്ഞ കാലോടുകൂടിയ കുട്ടികളെയാണ് ഞങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത്. പോഷകത്തിന്റെ കുറവ് മൂലമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും സാധിച്ചു. അതുപോലെ തന്നെ ദിനംപ്രതി നിരവധി കുട്ടികളാണ് ഇങ്ങനെയുള്ള സെറ്റിൽമെന്റുകളിൽ ദിനംപ്രതി മരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുപട്ടിണിയിലാണ് ആ ഗ്രാമം. അതിൻ്റെ കൂടെ ഒരു കൊലയാനയുടെ ശല്യം കൂടി ഉണ്ടായാൽ പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് അവരെ വിട്ടിട്ട് പോകുവാൻ മനസ്സനുവദിക്കാഞ്ഞതും. ആനയെപ്പറ്റി എനിക്ക് അറിയുവാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇവയായിരുന്നു. ഈ ആന എപ്പോൾ വരുമെന്നോ എങ്ങനെ വരുമെന്നോ ആർക്കും പറയാൻ കഴിയില്ല. മിന്നൽ വേഗത്തിലായിരിക്കും അവന്റെ ആക്രമണം ഗ്രാമത്തിൽ ഉണ്ടാകുക. അവനൊരു ഒറ്റയാനയാണ്. അവൻ കൂട്ടത്തിൽ നടക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവൻ ഒറ്റയ്ക്കാണ് ഗ്രാമത്തെ ആക്രമിക്കുന്നത്. അസാമാന്യ വലിപ്പമുള്ള കറുത്ത നിറമോട് കൂടിയ നീണ്ട വെള്ള കൊമ്പുകളുള്ള ആനയാണവൻ. അവന്റെ ഒരു കൊമ്പിന്റെ മുന ഒടിഞ്ഞതായും അവർ പറഞ്ഞു. അവനൊരു ഒറ്റയാന ആയതുകൊണ്ട് തന്നെ അവനെ എളുപ്പം പിടിക്കാൻ കഴിയും എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ എൻ്റെ വിശ്വാസം തെറ്റിച്ചുകൊണ്ടായിരുന്നു കടന്നുപോയത്. അന്നത്തെ ആ കൊലപാതകം കൂടി അരങ്ങേറിയതോടെ അവിടുത്തെ ആ ആനയെ കൊലയാനയാക്കി അവിടുത്തെ കളക്ടർ ഉത്തരവിറക്കുകയുണ്ടായി. അതിനർത്ഥം തോക്കിന് ലൈസൻസ് ഉള്ള ഏതൊരു വേട്ടക്കാരനും ആ കൊലയാളി ആനയെ കൊല്ലാം എന്നതാണ്. അധികം വൈകാതെ ഞാനും റാവുത്തറും കൂടി ആനയെ തിരക്കി കാട് കയറി. ആ സമയം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഡബിൾ ബാരലായ ഒരു റൈഫിലായിരുന്നു. ഇതിനു മുന്നേയും ഞാൻ ആനവേട്ട നടത്തിയിട്ടുണ്ട്. ആനയുടെ മസ്തകത്തിലും അതുപോലെ ആനയുടെ ചെവിയുടെ പിന്നിലും വെടിവെച്ച് ആനകളെ ചരിച്ചിട്ടിട്ടുമുണ്ട്. ആനകൾ നമ്മളെ പിന്തുടർന്ന് വരുമ്പോൾ ഒരിക്കലും നേരെ ഓടരുത്. വളഞ്ഞു പുളഞ്ഞു വേണം ഓടാൻ. അതുപോലെ തന്നെ കയറ്റം കയറി ഓടുകയും അരുത്. ആനയ്ക്ക് പെട്ടെന്ന് നമ്മളെ പിടിക്കുവാനാകും. അതുപോലെ ഒട്ടും വണ്ണമില്ലാത്ത മരത്തിൽ വലിഞ്ഞും കയറരുത്. ആനകൾക്ക് ആ മരം പിഴുതെറിയാനോ ഒടിച്ചിടുവാനോ സാധിക്കും. കയറുമ്പോൾ നല്ല വണ്ണമുള്ള ഒത്ത തടിയുള്ള മരത്തിൽ തന്നെ വലിഞ്ഞു കയറണം. അതുപോലെ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തേക്ക് ഓടിക്കയറുവാനും ശ്രമിക്കണം. ചതുപ്പുകൾ ചെളികൾ നിറഞ്ഞ സ്ഥലത്തു കൂടി ഓടാതിരിക്കുക. അവിടെയെല്ലാം ആനകൾക്ക് മുൻതൂക്കമുള്ള സ്ഥലങ്ങളാണ്. ഒരാന നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും. ഒരു വേട്ടയ്ക്ക് പോകുമ്പോൾ ഒരു വേട്ടക്കാരൻ ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് ഞങ്ങൾ വനത്തിലേക്ക് കയറിയപ്പോൾ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. കാറ്റ് വീശിയതുപോലും കാറ്റ് വീശുന്നത് ഞങ്ങൾക്കരികിലേക്കാണ്. അതിനർത്ഥം ഒരിക്കലും ആനകൾക്ക് ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ്. റാവുത്തർ കാറ്റിന്റെ ഗതി ഒന്നുകൂടി മനസ്സിലാക്കുവാൻ വേണ്ടി നിലത്തു നിന്നും ഒരു പിടി പുല്ലുവാരി മുകളിലേക്ക് എറിഞ്ഞു. കാറ്റിന്റെ ദിശ ഉറപ്പുവരുത്തി. അങ്ങനെ ഞങ്ങൾ വനത്തിലൂടെ ആ ആനയെ തിരഞ്ഞ് നടക്കുമ്പോഴാണ് ആ ഗ്രാമത്തലവൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ഞങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നത്. കാടിനുള്ളിലൂടെ കടന്ന് മറ്റ് ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന ഒരു കാളവണ്ടി പാതയുണ്ട്. ചരക്കുമായി പല കാളവണ്ടിക്കാരും അതുവഴി കടന്നു പോകാറുമുണ്ട്. ഒരു ദിവസം പുലർച്ചെ അതുവഴി കടന്നുപോയ കാളവണ്ടിക്കാരന് സംഭവിച്ചത് അതിഭയാനകമായ അവസ്ഥയായിരുന്നു. കാളവണ്ടിക്കാരൻ കാളവണ്ടിയും തെളിച്ചുകൊണ്ട് അതുവഴി കടന്നു പോകുകയായിരുന്നു. കുറച്ചു ദൂരം മുന്നിലേക്ക് ഓടിയ ശേഷം കാളകൾ പെട്ടെന്ന് നിന്നു.
അവ അമറുകയും അവയുടെ മുൻകാലുകൾ നിലത്തുകുത്തി പിന്നിലേക്ക് തിരിഞ്ഞു ഓടുവാനും അവർ ശ്രമം നടത്തി. എന്നാൽ കാളവണ്ടിക്കാരൻ അല്പം ശ്രമപ്പെടുത്തി കാളകളെ മെരുക്കിയെടുത്തു, മുന്നിലേക്ക് നയിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് അവ ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എവിടെയോ അവയ്ക്ക് അപകടം മണത്തിരിക്കുന്നു. ഒരു പക്ഷേ കടുവയായിരിക്കാം. എന്തായാലും സമയം കളയാതെ ആഞ്ഞടിച്ചുകൊണ്ട് കാളവണ്ടിയെ തെളിച്ചുകൊണ്ട് മുന്നിലേക്ക് പാഞ്ഞു. കാളവണ്ടി പാതയുടെ ഓരത്ത് വളർന്നു നിന്നിരുന്ന ഇല്ലിക്കാടുകൾക്ക് പിന്നിൽ നിന്നും ഒരു കറുത്ത രൂപം കാളവണ്ടിയുടെ വശത്തേക്ക് ആഞ്ഞിടിച്ചു. കാളയും കാളവണ്ടിക്കാരനും മറുവശത്തേക്ക് നിലംകുത്തി വീണ കാളവണ്ടി തവിട് പൊടിയായി. മുഖം തകർത്തുകൊണ്ട് കാളകൾ എങ്ങോട്ടെന്നില്ലാതെ പാഞ്ഞു. ഓടുന്ന കാളയുടെ പിന്നാലെ അമറി വിളിച്ചുകൊണ്ട് കൊലവിളി നടത്തിക്കൊണ്ട് ആനയും. അന്ന് ആ കാളവണ്ടിക്കാരൻ രക്ഷപ്പെട്ടത് തലനാഴിഴയുടെ വ്യത്യാസത്തിലാണ്. ആന അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കാളവണ്ടിക്കാരൻ തകർന്നു കിടന്നിരുന്ന കാളവണ്ടിയുടെ മറവിൽ നിന്നും പുറത്തേക്ക് വന്നതും അടുത്തുള്ള ഗ്രാമം ലക്ഷ്യമാക്കി ഓടിയതും. ആ കാളവണ്ടിക്കാരനുണ്ടായ ആ ഭാഗ്യത്തെപ്പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നടന്നു പോയത്. ഒരു പക്ഷേ ആ കാളവണ്ടിക്കാരനെ ആ ആന കണ്ടിരുന്നു എങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവനെ അവിടെയിട്ട് ആ ആന ചവിട്ടി അരച്ച് കൊന്നേനെ. ആനയുടെ കയ്യിൽ നിന്നും അങ്ങനെയൊരു രക്ഷപ്പെടൽ അത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ്. അവന്റെ ആയുസിന്റെ ബലം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ മുന്നിലേക്ക് നടന്നത്. ഈ അവസ്ഥയിൽ ആനയെ കണ്ടെത്തുക എന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. കാരണം ആനയ്ക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് വിശാലമായി കിടക്കുന്ന കാടാണ്. ഉൾക്കാട്ടിലേക്ക് ആന കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷ്യം നടക്കില്ല. ഞങ്ങൾ കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് നടന്നു. പെട്ടെന്നാണ് വനത്തിനുള്ളിൽ നിന്നും ഒരു മാനിന്റെ ഒച്ച കേട്ടത്. അത് കുതിച്ചോടി വരുന്നത് ഞങ്ങൾക്കരികിലേക്കാണ്. പെട്ടെന്ന് ഞങ്ങൾ അടുത്തുണ്ടായിരുന്ന വലിയ മരങ്ങൾക്ക് മറവിലേക്ക് മറഞ്ഞു. അതൊരു നായാട്ടായിരുന്നു. ആ കലമാൻ പേടിച്ച് ഓടി വരുന്നത് എന്തിനെയാണെന്ന് ഞങ്ങൾ അവിടെ കാത്തിരുന്ന് നോക്കി. അവന് പുറകിൽ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ഓടി വന്നത് ഒരു വലിയ കടുവയായിരുന്നു. അസാമാന്യ വലിപ്പമുള്ള ഒരു ആൺകടുവ തന്നെയായിരുന്നു അത്. അവൻ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ആ മാനിന് പുറകെ കുതിച്ച് പായുകയാണ്. ആ കാഴ്ച ഞങ്ങളെ പിന്തള്ളി വനത്തിലേക്ക് ഓടിമറിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സെക്കൻഡുകൾ വ്യത്യാസത്തിനുള്ളിൽ ആ കാഴ്ച ഞങ്ങൾക്ക് കൺമുന്നിൽ നിന്നും മറഞ്ഞുപോയി. വനത്തിനുള്ളിൽ നിന്നും ഉച്ചത്തിലുള്ള ഗർജനം അപ്പോഴും കേൾക്കാമായിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യം കടുവയായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവന് നേരെ നിറയൊഴിക്കാൻ മടിച്ചു. മനുഷ്യനെ വേട്ടയാടാത്ത നിരുപദ്രവകാരിയായ മൃഗത്തെ വേട്ടയാടുവാനുള്ള മനസ്സും ഞങ്ങൾക്കപ്പം ഉണ്ടായിരുന്നില്ല. അതിലും വലുത് ഞങ്ങളിപ്പോൾ അതിന് നേരെ നിറയൊഴിക്കുകയാണ് എങ്കിൽ ആന ഞങ്ങൾക്ക് സമീപം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കാട് കയറുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എങ്കിലും ആ കാഴ്ച അതിമനോഹരം തന്നെയായിരുന്നു. കടുവ വേട്ടയാടിയാണ് ഇരയെ പിടിക്കുന്നതെന്ന് ഞങ്ങൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അത് കാണുവാൻ സാധിച്ചു, അവൻ്റെ പരാക്രമങ്ങൾ. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് മുന്നിലേക്ക് നടന്നു. ഇപ്രാവശ്യം ഞങ്ങൾ നടന്നു നീങ്ങുന്നത് ഒരു മലയുടെ അടിവാരത്ത് കൂടിയാണ്. അപ്പോഴാണ് റാവുത്തർ ഒരു കാര്യം പറഞ്ഞത്. നമ്മൾക്ക് ഈ മലയുടെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ആ വലിയ പാറയുടെ മുകളിൽ കയറുകയാണ് എങ്കിൽ ഈ വനത്തിനും ചുറ്റും നല്ല പോലെ കാണുവാനും കഴിയും. നമുക്ക് ഈ വനത്തെപ്പറ്റി ഒരു രൂപരേഖ മനസ്സിലാക്കുവാനും കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഞങ്ങൾ ആ മല കയറി. 1/4 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ ആ മല കീഴടക്കി. മലയിൽ നിന്നും പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ആ വലിയ പാറയുടെ മുകളിലേക്ക് ഞങ്ങൾ വലിഞ്ഞു കയറി. അവിടെ നിന്ന് താഴേക്ക് നോക്കി ആ വനമാകെ വീക്ഷിച്ചു. ഞങ്ങൾക്ക് മുന്നിൽ മലയുടെ ഇടുക്കിൽ നിന്ന് മുഴുകി അകന്നു പോകുന്ന ഒരു അരുവി കാണുവാൻ സാധിച്ചു. അതൊഴുകിപ്പോകുന്നത് മലയുടെ അടിവാരത്തേക്കാണ്. ഞങ്ങൾ ആ അരുവിയെ പിന്തുടർന്ന് ഞങ്ങളുടെ കണ്ണുകൾ പായിച്ചു. അല്പദൂരം മുന്നിലേക്ക് പോയി കാണണം ഞങ്ങളുടെ കണ്ണുകൾ. അവിടെ ഞങ്ങളുടെ കണ്ണിൽ കുറച്ച് കാട്ടാനകൾ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ തുടങ്ങിയ അലച്ചിലാണ്. ഉച്ച കഴിഞ്ഞ് കാണണം. ഞങ്ങൾ വല്ലാതെ ക്ഷീണിതരായിരിക്കുന്നു, വല്ലാതെ ദാഹിക്കുന്നുമുണ്ട്. ആന പോകുന്നത് വരെ ഈ മലമുകളിൽ കഴിഞ്ഞേ മതിയാകൂ. ആനക്കൂട്ടം അരുവി വിട്ടുകഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്ന് അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി. കുറച്ച് സമയത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അവിടെ വെള്ളം കുടിക്കുവാൻ വന്ന ആനകളെല്ലാം തന്നെ തിരികെ മടങ്ങിപ്പോയി. അവ ദൂരേക്ക് നടന്നു പോകുന്നത് ഞങ്ങൾക്ക് ആ പാറയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് കാണുവാൻ സാധിക്കുമായിരുന്നു. അവ ദൂരേക്ക് പോയി എന്ന് ഉറപ്പു വരുത്തിയ ശേഷം ഞാനും റാവുത്തറും താഴേക്കിറങ്ങി ആ അരുവി ലക്ഷ്യമാക്കി നടന്നു.
അരുവിയിൽ നിന്നും വെള്ളം കുടിച്ച ശേഷം ഞങ്ങൾ ആനയുടെ കാൽപ്പാടുകളും അതുപോലെ ആനപ്പിണ്ടങ്ങളും കിടക്കുന്ന ഭാഗത്തേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് നിരവധി ആനയുടെ കാൽപ്പാടുകൾ കാണുവാൻ സാധിച്ചു. ഞങ്ങൾ തേടി നടന്ന ആന ഈ കൂട്ടത്തിലില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം അക്രമകാരിയായ ആനകൾ ഒരിക്കലും ആനകളുടെ കൂട്ടത്തിൽ ചേർന്ന് നടക്കാറില്ല. അവ എപ്പോഴും ഒറ്റ തിരിഞ്ഞായിരിക്കും നടക്കുക. എന്നാൽ അവിടെ ഞങ്ങൾക്ക് പിഴയ്ക്കുകയായിരുന്നു. ഞങ്ങൾ കുറേ ദിവസം കഴിഞ്ഞ ശേഷമാണ് അതും അറിയുന്നത്. ഗ്രാമത്തെ വിറപ്പിക്കുന്ന ആ കൊലയാളി ആനക്കൂട്ടങ്ങൾക്കിടയിൽ നടന്നുകൊണ്ട് സന്ധ്യയാകുന്ന സമയത്ത് അവയിൽ നിന്നും വേർപെട്ടാണ് ഗ്രാമത്തിലേക്ക് വരുന്നതും ഗ്രാമത്തിലെ കൃഷിയിടങ്ങൾ തകർക്കുന്നതും ആളുകളെ കൊല്ലുന്നതും. അതുപോലെ തന്നെ നേരം വെളുക്കുന്ന സമയത്ത് തിരികെ ആനക്കൂട്ടത്തിൽ പോയി ചേരുകയും ചെയ്യും. വളരെ തന്ത്രശാലിയായ ആനയാണത്. 2-3 ദിവസം ഞങ്ങൾ വനത്തിലൂടെ ആ കാട്ടാനയെ തിരക്കി നടന്നു. പക്ഷേ അവൻ പോയതിന്റെ യാതൊരു അടയാളങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവസാനം ആ ഗ്രാമത്തിൽ നിന്നുമുള്ള ആനയെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ഗ്രാമീണനെയും കൊണ്ട് ഞങ്ങൾ വനം കയറി. ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കുവാൻ വരുന്ന ആ അരുവിയുടെ മുകളിലുള്ള ആ മലയുടെ മുകളിലെ വലിയ പാറയുടെ മുകളിൽ ഞങ്ങൾ കാത്തിരുന്നു. മണിക്കൂറുകൾ തന്നെ കടന്നുപോയി. ഏകദേശം ഉച്ച കഴിഞ്ഞ സമയത്ത് എന്നത്തെയും പോലെ തന്നെ ആനകൾ കൂട്ടത്തോടെ അവിടേക്ക് വെള്ളം കുടിക്കുവാൻ വന്നു. അപ്പോൾ മാത്രമാണ് അമ്പരപ്പേകുന്ന ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഗ്രാമീണന്റെ തിരിച്ചറിയൽ പരേഡ് അവിടെ അരങ്ങേറുന്നത്. അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞു, ആനയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആ കൊമ്പൻ തന്നെയാണ് കൊലയാളി ആനയെന്ന്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, ആ ഗ്രാമത്തിലെ ആരും തന്നെ ആ ആനയുടെ രൂപം മറക്കില്ല എന്ന്. അസാമാന്യം വലിപ്പമേറിയ കറുത്ത നിറമുള്ള നീണ്ടുവളഞ്ഞ കൊമ്പുകളോടുകൂടിയ ഒരു കൊമ്പിന്റെ അറ്റം അല്പം മുറിഞ്ഞുപോയ ഒരു കൊമ്പനായിരുന്നു അത് എന്ന്. അതിനാൽ തന്നെ അയാൾ ആനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും അവനെ കണ്ടെത്തി. ആ വിവരമറിഞ്ഞ ഞങ്ങൾ പരസ്പരം മുഖാമുഖം നോക്കി. ആനക്കൂട്ടത്തിൽ നിന്നും ഒരാനയെ വേർതിരിച്ച് വെടിവെക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. വെടിയുതിർക്കുന്ന സമയത്ത് മറ്റാനകളും ആക്രമിക്കാൻ ഇടയുണ്ട്. അതിനാൽ മറ്റ് തന്ത്രങ്ങൾ ഒരുക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങൾക്ക് മനസ്സിലായി. ഒരിക്കലും ഞങ്ങൾക്ക് പകൽ സമയത്ത് ആ കാട്ടാനയെ കൊല്ലുവാൻ കഴിയില്ല എന്ന ബോധ്യവും ഞങ്ങൾക്കുണ്ടായി. കാരണം ആനക്കൂട്ടത്തിനിടയിൽ നിന്നും അവനെ വേർതിരിച്ച് വെടിവെക്കുക എന്നത് അസാധ്യമായ കാര്യമാണല്ലോ. അതിനായി ഞങ്ങൾ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. ഒരിക്കലും പകൽ സമയത്ത് അവനെ വേട്ടയാടുവാൻ സാധിക്കുകയില്ല. അവൻ ഗ്രാമത്തെ ലക്ഷ്യമിട്ട് വരുമ്പോഴോ അവൻ ആനക്കൂട്ടത്തിൽ നിന്നും ഒറ്റതിരിഞ്ഞു മാറുമ്പോഴോ മാത്രമേ അവനെ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ എന്ന നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അതിനായി ഞങ്ങൾ കണക്കുകൂട്ടി. ആ ഗ്രാമത്തിൽ നിന്നുമുള്ള കുറുമ്പാസ് വിഭാഗത്തിൽപ്പെട്ട ഒരുവനെ ഞങ്ങൾ ആ ദൗത്യം ഏൽപ്പിച്ചു. ആനക്കൂട്ടത്തെ പിന്തുടരുവാനുള്ള ദൗത്യം. ആനക്കൂട്ടത്തിൽ നിന്നും അക്രമകാരിയായ കൊമ്പൻ ഒറ്റപ്പെട്ട് ഒറ്റതിരിഞ്ഞു മാറുന്ന സമയത്ത് ഞങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയായിരുന്നു അവനെ ഞങ്ങൾ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയത്. തീരെ ദരിദ്രമായ ഗ്രാമമാണ്. എന്നാൽ ആനകളെയും മറ്റു മൃഗങ്ങളെയും ട്രാക്ക് ചെയ്യുന്നതിൽ അവിടുത്തെ ഗ്രാമീണർ മികച്ചവരുമാണ്. അല്പവസ്ത്രധാരികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉപഹാരമായി ഭക്ഷ്യധാന്യങ്ങളോ വസ്ത്രങ്ങളോ കൊടുത്താൽ മതി. ഇതിനു പുറമെ അവർക്ക് കൂടുതൽ പാരിതോഷികങ്ങൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ അവർക്ക് വെറും കമ്പിളി വസ്ത്രങ്ങൾ മാത്രം കൊടുത്താൽ മതിയാകും. അത്രയ്ക്കും നിഷ്കളങ്കമായ ഗ്രാമീണരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഞങ്ങളുടെ വാഗ്ദാനത്തിൽ വീണ ഒരുവനാണ് ആനകളെ പിന്തുടരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പു നൽകിയത്. അതുമാത്രമായിരുന്നില്ല, അവരുടെ ഗ്രാമത്തെ രക്ഷിക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്തം കൂടിയായിരുന്നുവല്ലോ. ആനക്കൂട്ടത്തെ നിരീക്ഷിക്കുവാനുള്ള ദൗത്യം അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രാമത്തിൽ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടിരുന്ന മരത്തിനു മുകളിലെ ഏറുമാടത്തിൽ സുഖവിശ്രമത്തിലായിരുന്നു. ഇനിയും പകൽ സമയത്ത് ആ കാട്ടാനയെ തിരക്കി അലഞ്ഞു നടക്കുന്നതിൻ്റെ യാതൊരു കാര്യവും ആവശ്യവുമില്ല. അവൻ എപ്പം ഒറ്റതിരിഞ്ഞ് ആ കൂട്ടത്തിൽ നിന്ന് മാറുന്നു പോവും. അപ്പോൾ ആ ഗ്രാമീണൻ ഞങ്ങൾക്ക് വിവരമറിയിക്കും, അവൻ പോയ ദിശ സഹിതം. അപ്പോൾ മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം ആരംഭിക്കുന്നത്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ആനയുടെ വരവ് ഗ്രാമത്തിലേക്ക് കുറഞ്ഞും വന്നു. ഒരുപക്ഷെ അവനെ വേട്ടയാടുവാൻ തക്കത്തിന് ഗ്രാമത്തിൽ ആരെങ്കിലും വന്ന വിവരം അവൻ അറിഞ്ഞു കാണണം. 3-4 ദിവസമായി ആന ഗ്രാമത്തെ ആക്രമിച്ചിരുന്നില്ല. ആനക്കൂട്ടത്തെ പിന്തുടർന്നു പോയ ഗ്രാമീണനും ഗ്രാമത്തിലേക്ക് മടങ്ങി വന്ന് ഞങ്ങളോട് അവനെപ്പറ്റി ഒന്നും പറഞ്ഞതുമില്ല. അതിൽ നിന്ന് ഞങ്ങൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ചിലപ്പോൾ ആനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയ ആനയ്ക്ക് അവന്റെ കൂട്ടത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞു കാണില്ല. അതിൽ പ്രകോപനം കൊണ്ടായിരിക്കാം അവൻ ഈ ഗ്രാമത്തെ ആക്രമിച്ചതെന്ന്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല.
വീണ്ടും ആ ഗ്രാമത്തിൽ ആനയുടെ ആക്രമണമുണ്ടായി. ഇത്തവണയും വനപാതയിലൂടെ സഞ്ചരിച്ച 2 പേർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതിലൊരാൾ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടു. മറ്റേയാളെ ആന നിലത്തിട്ട് ചവിട്ടി അരച്ചു. തൻ്റെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി വന്ന അദ്ദേഹത്തിനെ പിന്തുടർന്ന് ആനയും ഗ്രാമത്തിലെത്തിയിരുന്നു. അന്നവൻ വലിയ കോലാഹലങ്ങളാണ് ഗ്രാമത്തിൽ കാട്ടിക്കൂട്ടിയത്. ആ സമയം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വനത്തിലേക്ക് ആനക്കൂട്ടങ്ങളെ പിന്തുടർന്ന് പോയിരിക്കുകയായിരുന്നു. മടങ്ങി വന്നപ്പോഴാണ് ആ വിവരങ്ങൾ മുഴുവൻ ഞങ്ങൾ അറിഞ്ഞത്. അത്രയും ദിവസം അവന് വേണ്ടി അവിടെ കാത്തിരുന്നതാണ്. എന്നാൽ അന്നൊന്നും അവൻ അവിടേക്ക് വന്നിരുന്നില്ല. എന്നാൽ ഞങ്ങൾ അവനെ തിരക്കി വനത്തിലേക്ക് ഇറങ്ങിയ സമയം തന്നെ അവൻ ഞങ്ങളെ തേടി അവിടെ എത്തിയിരിക്കുന്നു. വനത്തിലെ മൃഗങ്ങളുടെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ലല്ലോ. ചില സമയങ്ങളിൽ അവ തികച്ചും വ്യത്യസ്തമായിരിക്കും പെരുമാറുക. മനുഷ്യ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത, വനത്തിൽ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവികളാണ് കാട്ടുമൃഗങ്ങളിലും ഏറെ. അവരുടെ സ്വൈര്യവിഹാരത്തിനും അതുപോലെ അവരുടെ സ്വഭാവത്തിന് വ്യതിചലനങ്ങളും ഉണ്ടാക്കുന്നതും മനുഷ്യന്റെ സാന്നിധ്യമാണ്. അന്ന് നടന്ന ആ സംഭവത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും അവൻ ഗ്രാമത്തെ ആക്രമിക്കുവാൻ ഇവിടേക്ക് എത്തുമെന്നും, അങ്ങനെ വരുന്ന സമയം ഗ്രാമത്തിന്റെ അരികിലായി വളർന്നു നിൽക്കുന്ന വലിയ മരത്തിൽ മച്ചാൻ കെട്ടി അവനെ വെടിവെച്ച് ഇടാമെന്നും ഞങ്ങൾ കണക്കുകൂട്ടി. അതിൻ പ്രകാരം ആ ഗ്രാമത്തിലെ ഗ്രാമീണരുടെ സഹായത്തോടെ ഗ്രാമത്തിന്റെ അതിരിൽ വളർന്നു നിൽക്കുന്ന വലിയൊരു മരത്തിൽ ഞങ്ങൾ താൽക്കാലികമായി ഇരിക്കുവാൻ പറ്റിയ മച്ചാൻ കെട്ടിയിട്ടു. ഇതുവരെ ഞങ്ങൾ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ മച്ചാനായിരുന്നു അത് എന്ന് അവിടെ കയറിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് 2 പേർക്ക് സുഖമായി ഇരിക്കുന്ന രീതിയിലായിരുന്നു അവർ മച്ചാൻ കെട്ടിത്തന്നത്. നേരം സന്ധ്യയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറുമാടത്തിൽ നിന്നും താഴേക്കിറങ്ങി ഗ്രാമത്തിന്റെ അതിരിൽ വളർന്നു നിൽക്കുന്ന ആ മരത്തിലേക്ക് വലിഞ്ഞു കയറും. ആ മച്ചാനിൽ കയറിയിരിക്കും. ആനയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചു കാണണം. വനത്തിലേക്ക് ഇരുട്ട് കടന്നു വന്ന സമയം വനത്തിന്റെ ഉള്ളിൽ എവിടെ നിന്നോ ആനയുടെ ഉച്ചത്തിലുള്ള ചിഹ്നം വിളി ഞങ്ങൾ കേട്ടു. അതിനൊപ്പം മരച്ചില്ലകളും മരക്കൊമ്പുകളും ഒടിഞ്ഞു വീഴുന്ന ശബ്ദവും. റാവുത്തർ മച്ചാനിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റൈഫിലിന്റെ തിര റീലോഡ് ചെയ്തു. സേഫ്റ്റി ക്യാപ്പ് ഊരി. ഞാനും എൻ്റെ റൈഫിൽ റീലോഡ് ചെയ്തു. സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്തു. ഞങ്ങളിരിക്കുന്ന മച്ചാൻ കെട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല പൊക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിന് ചുറ്റും അതിനു ചുറ്റുമുള്ള വനവും ഞങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. എന്നാൽ നല്ല ഇരുട്ടാണ് പിന്നീട് അവിടേക്ക് കടന്നു വന്നത്. ചുറ്റുപാടുമുള്ളതൊന്നും ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുമായിരുന്നില്ല. ഗ്രാമത്തിലെ കുടിലുകളിൽ കത്തിച്ചു വെച്ച റാന്തലിന്റെ വെളിച്ചം മാത്രം അവിടെ ഇവിടെയായി തെളിഞ്ഞു കാണാം. നീലഗിരി മലനിരകളിൽ ഒരിക്കൽ ഞാൻ നരഭോജിയായ പുലിയെ പിടിക്കുവാൻ പോയ കാര്യം അപ്പോൾ ഞാൻ ഓർത്തു. ഇതുപോലെ തന്നെയായിരുന്നു അന്നും അവിടെ സംഭവിച്ചത്. അന്ന് ഞാൻ ഇരുന്നത് ഗ്രാമത്തിന്റെ നടുവിൽ നിന്നിരുന്ന വലിയൊരു മരത്തിലാണെന്ന് മാത്രം. പുലി എന്നെ കണ്ട് മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാതിരിക്കുവാൻ വേണ്ടി മരത്തിന്റെ തടിയിൽ ഞങ്ങൾ കാട്ടുറോസ മുള്ളുകൾ കൊണ്ട് ചുറ്റി വരിഞ്ഞു കെട്ടിയിരുന്നു. അന്നും നല്ല ഇരുട്ടായിരുന്നു ചുറ്റുപാടും ഉണ്ടായിരുന്നത്. ആ ഇരുട്ടിലും ഞാൻ പുലിയെ വെടിവെച്ചിട്ട കാര്യമാണ് ഓർത്തത്. ഗ്രാമത്തിന്റെ കുടിലിന് മുന്നിൽ കത്തിച്ചു വെച്ച റാന്തലിന്റെ വെളിച്ചത്തിൽ പുലി ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ കണ്ടിരുന്നു. അവിടെ മുതൽ അവന്റെ ഓരോ നീക്കങ്ങളും അതിസൂക്ഷ്മമായി തന്നെ ഞാൻ നിരീക്ഷിച്ചു. എന്റെ തോക്കിന്റെ റേഞ്ചിൽ വന്ന ഉടനെ തന്നെ ഞാൻ കാഞ്ചിയും വലിച്ചു. കൃത്യം പുലിയുടെ തലച്ചോറ് അവൻ തുരന്നെടുത്തു. വീണ്ടും ഒരു തിര കൂടി അവന്റെ ശരീരത്തിലേക്ക് ഉതിർക്കേണ്ടതിന്റെ ആവശ്യം എനിക്ക് വന്നില്ല. ആ കാര്യങ്ങളെല്ലാം ചിന്തിച്ചാണ് ഞാൻ അവിടെ അങ്ങിരുന്നത്. എന്നാൽ അക്ഷമനായ ഞങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇരുട്ടിൽ മറ്റൊരിരുട്ട് ചലിക്കുന്നത് ഞങ്ങൾ കണ്ടു. റാവുത്തർ പതിയെ എന്നെ വിളിച്ചു. വർക്കി, നോക്കടാ, അങ്ങ് അകലെ എന്തോ ഒന്ന് നീങ്ങുന്നില്ലേ? നീ സൂക്ഷിച്ച് അവിടേക്കൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞതിന് ശേഷം റാവുത്തർ അവിടേക്ക് തന്റെ തോക്ക് ചൂണ്ടി. ഞാനും സൂക്ഷിച്ച് അവിടേക്ക് നോക്കി. അവിടെ ഇരുട്ട് ചലിക്കുന്നതായി എനിക്ക് തോന്നി. ഇലകളും മറ്റും അനങ്ങുന്നുമുണ്ട്. ഞങ്ങൾ കുറച്ചുനേരം അവിടേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഇനിയും ഞങ്ങൾക്ക് വേണ്ടത് അവനെ ഗ്രാമത്തിലേക്ക് മാടി വിളിക്കുക, അല്ലെങ്കിൽ അവനെ ഗ്രാമത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ട ശബ്ദമുണ്ടാക്കുക എന്നതാണ്. എങ്കിൽ മാത്രമേ അവനെ ഞങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവന്റെ മർമ്മത്തേക്ക് ഞങ്ങൾക്ക് വെടിയുതിർക്കുവാനും സാധിക്കുകയുള്ളൂ. അവന്റെ ഭീമാകാരമായ ശരീരത്താണ് വെടിയുണ്ടകൾ തറച്ചു കയറുന്നത് എങ്കിൽ അതവനിൽ യാതൊരു പരിക്കും ഉണ്ടാകുകയില്ല. അവൻ ജീവനും കൊണ്ട് രക്ഷപ്പെടുവാനും സാധ്യതയുണ്ട്. അങ്ങനെ രക്ഷപ്പെടുകയാണ് എങ്കിൽ പിന്നീട് അവനെ കൊലപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും വരും. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്ത് അവനെ ഗ്രാമത്തിലേക്ക് ആകർഷിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമാണ്
ഗ്രാമത്തിന്റെ ഉള്ളിലെ കുടിലിൽ നിന്നും ഒരു ഗ്രാമീണൻ പുറത്തേക്ക് ഇറങ്ങുന്നതും ഉച്ചത്തിൽ മൂക്ക് ചീറ്റുന്നതും അത് കേട്ടതോടെ ഗ്രാമത്തിന്റെ അതിര് പങ്കിട്ട് നിൽക്കുന്ന വനത്തിന്റെ കട്ടപിടിച്ച ഇരുട്ടിൽ നിന്നും ഉച്ചത്തിലുള്ള ഒരു കൊലവിളി തന്നെ ഉയർന്നു. ഒറ്റയാൻ ഇരുട്ടിൽ നിന്നും പാഞ്ഞ് പുറത്തേക്ക് വന്നു. അവൻ ഞങ്ങളിരുന്ന മരത്തിനടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഗ്രാമത്തെ ലക്ഷ്യമാക്കി കുതിച്ചു. ഗ്രാമത്തിലേക്ക് അവൻ പ്രവേശിച്ചപ്പോൾ തന്നെ അവനെ ഞങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിച്ചു. ഗ്രാമത്തിലെ റാന്തൽ വെളിച്ചത്തിന്റെ വെട്ടത്തിൽ അവനിപ്പോൾ ലക്ഷ്യമാക്കി കുതിച്ചോടുന്നത് ഗ്രാമത്തിലെ കുടിലിന് പുറത്തേക്ക് വന്ന ആ ഗ്രാമീണന്റെ നേരെയാണ്. അവൻ ഓടുന്നതുമെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ആനയുടെ ആ അപ്രതീക്ഷിതമായ വരവ് കണ്ട് സ്തബ്ധനായി നിൽക്കുകയാണ് ആ ഗ്രാമീണൻ, എന്ത് ചെയ്യണമെന്നറിയാതെ. പിന്നീട് ഒരു നിമിഷം പോലും വൈകിക്കാതെ ഓടുന്ന ആനയുടെ ചെവിയുടെ പുറകിലെ മർമ്മത്തിലേക്ക് ഞങ്ങളുടെ തോക്ക് ചൂണ്ടി കൃത്യം ലക്ഷ്യത്തിൽ ഉന്നം പിടിച്ചുകൊണ്ട് കാഞ്ചിയും വലിച്ചു. എന്നാൽ തിര തറച്ചു കയറിയത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ല. ഗ്രാമീണന്റെ നേരെ കുതിച്ചു ഓടിയ ആന ഒരു നിമിഷം പെട്ടെന്ന് നിന്നു, ഒരു അനങ്ങാപ്പാറ പോലെ. എന്നിട്ട് അവൻ ആളിലെ പോലെ നിന്ന് വിറയ്ക്കുവാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എൻ്റെ ഉന്നം കൃത്യം അവൻ്റെ ചെവിയിലെ മർമ്മത്തിൽ കൊണ്ടതായി ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ നിന്ന് വിറച്ച തൊട്ടു പുറകെ തന്നെ റാവുത്തറും നിറയൊഴിച്ചു, അതും അവൻ്റെ മറ്റേ ചെവിയുടെ പുറകിലെ മർമ്മത്തിൽ തന്നെ. അതുകൂടി കൊണ്ടതോടെ ഒറ്റയാനയുടെ തല കീഴ്പോട്ട് കുനിഞ്ഞു, അവൻ്റെ പിൻകാലുകൾ മുകളിലേക്ക് ഉയർന്നു. അവൻ മുന്നിലേക്ക് നിലം കുത്തി ഇടതുവശത്തേക്ക് ചരിഞ്ഞു വീണു. എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാതെ ആ ഗ്രാമീണൻ അവിടെ സ്തബ്ധനായി തന്നെ നിന്നു. ആന അവിടേക്ക് ചരിഞ്ഞു വീണപ്പോൾ ചെറുതായി ഭൂമി ഒന്ന് പ്രകമ്പനം കൊണ്ടു. വെടിയുടെ ഒച്ചയും ആനയുടെ അലർച്ചയും അവിടെ ഉയർന്നതോടെ അവിടെ ഉറങ്ങിക്കിടന്ന ഗ്രാമീണർ എല്ലാവരും തന്നെ ഉണർന്നു. സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓടിക്കൂടി. മാസങ്ങളായി അവരുടെ ഗ്രാമത്തെയും വനത്തെയും ഭീതിയിലാഴ്ത്തിയിരുന്ന ആ കൊലയാനയായ കൊമ്പൻ അവർക്ക് മുന്നിൽ ചത്തു മലച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. ആ കാഴ്ച കണ്ട അവർ ഉല്ലാസത്തിൽ ആറാടി. അവിടുത്തെ ഗ്രാമത്തലവൻ തൻ്റെ വാളെടുത്തുകൊണ്ടുവന്ന് ആനയുടെ കൊമ്പ് മുറിച്ചെടുത്തു ഞങ്ങൾക്ക് മുന്നിലായി കാഴ്ചവെച്ചു. കൊലയാനയായ കൊമ്പൻ ചരിഞ്ഞ വിവരം നാടെങ്ങും പാട്ടായി. അവനെ കൊല്ലുന്നവർക്ക് പ്രഖ്യാപിച്ച ഇനാമും ഞങ്ങൾക്ക് ലഭിച്ചു. അന്നത്തെ ആ യാത്ര അപ്രതീക്ഷിതമായ ഒരു റിവാർഡാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അങ്ങനെ അതെല്ലാം കൈപ്പറ്റി തുടർന്നു.